വൻ തുക കുടിശ്ശിക വരുത്തിയതോടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണക്കാർ തിരിച്ചെടുത്തു തുടങ്ങി. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റണ്ടും അനുബന്ധ ഉപകരണങ്ങളുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചെടുത്തത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നതിൽ ഇന്ന് രാത്രി ചേരുന്ന വിതരണക്കാരുടെ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സനിസ ശോഭാചന്ദ്രനുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സനിസ, കുടിശ്ശിക ഇതുവരെ തീർന്നില്ല. സ്വാഭാവികമായും മറ്റ് നടപടികളിലേക്ക് ഈ വിതരണക്കാർ കടന്നു അല്ലേ? 150 കോടിയിലേറെ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയുണ്ട്. 16 മാസത്തെ കുടിശ്ശികയാണ് ഇത്തരത്തിൽ ബാക്കിയുള്ളത്. ഇന്ന് 12 മണിവരെ ആയിരുന്നു ഈ വിതരണക്കാർ അവസാന സമയപരിധി നൽകിയത്. എന്നാൽ അതും അവസാനിച്ചതോടെ ആശുപത്രി മെഡിക്കൽ കോളേജ് അധികൃതരുമായിട്ട് ചർച്ച നടന്നു. എന്നാൽ ചർച്ചയിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇന്ന് 8:30-ഓടെ മറ്റൊരു യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് 4 സ്ഥലങ്ങളിൽ ഇവർ എത്തിയെങ്കിലും കോട്ടയത്തിൽ നിന്ന് മാത്രമാണ് ഉപകരണങ്ങൾ തിരിച്ചെടുത്തത്. ഇത്തരത്തിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളുമാണ് തിരിച്ചെടുത്തത്. ഇതിൽ 4 കോടിയിലേറെ രൂപ വിലമതിക്കും. ഇതിന് നാളെയും ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ വിതരണക്കാരുടെ അസോസിയേഷൻ ഇന്ന് 8:30-ക്ക് യോഗം ചേരും. കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളം ജനറൽ ആശുപത്രിയിലും ഒക്കെ ഇവരെത്തി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ കോട്ടയത്ത് നിന്ന് മാത്രമാണ് ഉപകരണങ്ങൾ തിരിച്ചെടുത്തത്. എന്നാൽ നാളെയോടുകൂടി ഇന്നത്തെ യോഗത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ എത്തുമെന്നാണ് കരുതുന്നത്. ഇന്ന് 8:30-ക്കുള്ള യോഗത്തിന് ശേഷമേ അതിലൊരു അന്തിമ തീരുമാനമാകൂ. എങ്കിൽ പോലും 16 മാസത്തെ കുടിശ്ശിക ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പുതിയ ഉപകരണങ്ങൾ ഇവർക്ക് സ്റ്റോക്ക് എടുക്കണമെങ്കിൽ പോലും ഈ ഒരു കുടിശ്ശിക തീർക്കണം. പുതിയ ഉപകരണങ്ങൾക്ക് പണം നൽകണമെങ്കിൽ പോലും PSC അടക്കമുള്ള തുക നൽകണമെങ്കിൽ പോലും ഇതിന്റെ ഒരു മാർച്ച് മാസം വരെയുള്ള കുടിശ്ശികയെങ്കിലും തീർത്താൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നാൽ ഇത്തരത്തിൽ ഈ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഇത്തരത്തിൽ ഉപകരണങ്ങൾ, ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് രോഗികളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കും. കാരണം ഈ മുൻപേ ഈ ശസ്ത്രക്രിയ ഒക്കെ തീരുമാനിച്ചവർ അത് മുടങ്ങുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക. ഇത്തരത്തിൽ രോഗികളും കുടുംബങ്ങളും ഒക്കെ വലിയ ആശങ്ക പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സൗജന്യമായി ചികിത്സ നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്നാണ് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായത്. ഇത് ഗുരുതരമായ ഒരു കാര്യമാണെന്നും മന്ത്രി പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴും ഇതിലൊരു തീരുമാനത്തിലെത്താൻ ഇവർക്ക് പൂർണ്ണമായി ഇവരുടെ പണം തിരികെ നൽകി പുതിയ സ്റ്റോക്ക് എടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് ഒരു വീഴ്ചയാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജുകളുടെ ശസ്ത്രക്രിയ ചികിത്സ മുടങ്ങുകയാണെങ്കിൽ അത് വലിയൊരു ക്ഷീണമായിരിക്കും ആരോഗ്യ വകുപ്പിന്. വർഷ. ശരി സനസ, മെഡിക്കൽ കോളേജുകളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. 100 കോടി രൂപയാണ് നിലവിൽ ഈ വിതരണക്കാർക്ക് നൽകാനുള്ളത്. അത് നൽകാത്ത പക്ഷം ഈ വിതരണക്കാർ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്.